നമ്മുടെ മുമ്പിലേക്കൊരു ഭക്ഷണം വന്നു, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ആഗ്രഹം വന്നു. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ചോദ്യങ്ങളൊന്ന് സ്വയം ചോദിക്കേണ്ടതുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാൻ ഭക്ഷണം കഴിക്കണോ കഴിക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു പായസം കുടിച്ച് എൻ്റെ വയറിങ്ങനെ ഫില്ലായി കിടക്കുക. ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കേണ്ട സമയമായി. ഞാൻ ഈ ചോദ്യം എന്നോട് തന്നെ ചോദിക്കാം. എന്നിട്ട് ഞാൻ അതിനുള്ള ഉത്തരത്തിനനുസരിച്ച് എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ ഭക്ഷണം ഉള്ളിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്വയം ഒന്ന് ചോദിക്കുക. ആദ്യം ചോദിക്കേണ്ടത് എനിക്കിപ്പം വിശക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വിശപ്പും നമ്മളുടെ വൈകാരികമായിട്ടുള്ള വിശപ്പും രണ്ടാണ്. വൈകാരികമായിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾ റുട്ടീൻ അനുസരിച്ച് നിൽക്കുക, അങ്ങനെയൊക്കെ നമുക്കുള്ളൊരു വിശപ്പാണോ, അതോ ശരിക്കും എൻ്റെ ശരീരത്തിന് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഞാനിപ്പോൾ എൻ്റെ വയറിനോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ വിശക്കുന്നൊന്നുമില്ല, എനിക്കിപ്പം എൻ്റെ ശരീരത്തിന് വിശക്കുന്നില്ല. പിന്നെ റുട്ടീൻ അനുസരിച്ച് ഉച്ചൻ്റെ സമയമായല്ലോ, ഇനിയിപ്പോൾ കഴിക്കാനായല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നതായിരിക്കും അത്. ശരിക്കും എനിക്കിപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഒരു അർജൻസി ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും റുട്ടീൻ അനുസരിച്ച് കഴിക്കുകയാണോ? ഇപ്പോൾ ശരിക്കും എനിക്ക് അർജൻസി ഇല്ല, ഞാൻ റുട്ടീൻ അനുസരിച്ച് കഴിക്കാൻ നോക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നത് നമ്മുടെ മൈൻഡിന് ഒരു ഭക്ഷണം ആവശ്യമായിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ഇന്ധനം കിട്ടാൻ വേണ്ടിയാണോ? ഇപ്പം എൻ്റെ ശരീരത്തിന് ഇന്ധനത്തിൻ്റെ ആവശ്യമില്ല, എൻ്റെ വയറ് തന്നെ ഫുള്ളായി കിടക്കുക, എൻ്റെ മൈൻഡിൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ച് ഞാൻ കഴിക്കുന്നത്. ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കാം. നമ്മുടെ ഒരു ഭക്ഷണത്തോടുള്ള നമ്മുടെ ഒരു സത്യമായ ഒരു ആവശ്യവും നമ്മുടെ ഒരു ക്രേവിങ്, അല്ലെങ്കിൽ നമ്മളെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസക്തിയും നമ്മൾ തിരിച്ചറിയേണ്ട. ആസക്തി വളരെ പവർഫുള്ളായിരിക്കും, പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ എന്ത് ഫീലിംഗാണ് അനുഭവിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷാദത്തിൻ്റെയോ സമ്മർദ്ദത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യത്തിൻ്റെയോ റിസൾട്ടിന് വേണ്ടിയായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫീലിംഗ് ഒന്ന് നോട്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ബോറടിച്ചിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചോദിക്കുക, നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം നമ്മളുടെ വികാരങ്ങളുടെ ഈ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണോ? ഇനി അടുത്തൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്, ഈ ഒരു ഭക്ഷണം ഞാനിപ്പോൾ കഴിക്കാൻ പോവുകയാണ്, കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംതൃപ്തിയാണ് കിട്ടുക? പലപ്പോഴും നമ്മൾ വാരി വലിച്ച് കഴിഞ്ഞ അവസാനം നമ്മൾ കുറേ കഴിച്ചു പോയല്ലോ എന്നുള്ള നിരാശ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ചോദിച്ച് നോക്കുക. ചിലപ്പോൾ നമ്മൾ വല്ലാണ്ട് വിശന്നിരുന്ന് അങ്ങോട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിശപ്പ് മാറി എന്നുള്ള സംതൃപ്തിയായിരിക്കും. ഇതിലേതിനു വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടുക? ഇനിയിപ്പോൾ നമ്മളെ മുമ്പിലുള്ള ഭക്ഷണം നമ്മളുടെ ന്യൂട്രീഷൻ നമുക്ക് സപ്ലൈ ചെയ്യാത്ത ഒന്നാണെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കുക, എൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടി ഈ ഒരു സമയത്ത് ഞാൻ എന്ത് ഭക്ഷണം സെലക്ട് ചെയ്യും? കഴിഞ്ഞ ദിവസം ലുലുമാളിൽ പോയി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ പലതരം ഫുഡുകളുണ്ട്. അവസാനം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഏതാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംതൃപ്തിയാണ് കൂടി ചിന്തിച്ചാൽ അവസാനം അവിടുന്ന് കുറച്ച് പൈനാപ്പിൾ ബ്രോസ്റ്റ് പോലത്തെ കുറച്ച് ഭക്ഷണങ്ങളും പിന്നെ വെജിറ്റബിൾ സാലഡും കഴിച്ചു. അന്ന് ഞാൻ എടുത്ത ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തുള്ള സെലക്ഷനായിരുന്നു. ഇതുപോലെ നമുക്ക് ഓരോ നിമിഷം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ചോയ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, ഈ ഒരു ഭക്ഷണം എൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുമോ, അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശന്നിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ ഭക്ഷണം എൻ്റെ വിശപ്പിനെ സംതൃപ്തിപ്പെടുത്തുമോ, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും എനിക്ക് കഴിക്കാനുള്ള പ്രേരണ ഉണ്ടാകും. ചില ഭക്ഷണങ്ങളൊക്കെ അഡിക്റ്റീവ് ആയിരിക്കും, നമ്മൾ കുറച്ച് കഴിച്ചാൽ പിന്നെയും കഴിക്കാം. പ്രത്യേകിച്ച് ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നും. ഇതൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഏറ്റവും പോഷക സമ്പന്നമായിട്ടുള്ളൊരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ ആ ഒരു ഹീറ്റിംഗ് ഹാബിറ്റ് ഏറ്റവും ഹെൽത്തിയാക്കി മാറ്റും. ഓക്കെ.